അവൻ്റെ കീശയിൽ ഒളിപ്പിച്ച് വെച്ചേക്കുമായിരുന്നു. അവന് ഫോട്ടോസ് എടുത്ത് ഇൻസ്റ്റാഗ്രാമിൽ അപ്ലോഡ് ചെയ്യാൻ വേണ്ടി. വീഡിയോ ഇപ്പോൾ തന്നെ ലൈക്ക് ചെയ്തേ ഗൈസ്. ലൈക്ക് ചെയ്യാൻ മറക്കരുത്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ബെല്ലൈക്കൻ ഞെക്കി ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്യാനും മറക്കരുത് ഗൈസ്. ഹലോ വാട്സ്ആപ്പ് ഗൈസ്. സോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അബീസ് ടിപ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഗൈസ് കുറച്ച് നാളുകളായിട്ട്, അതായത് 2 ആഴ്ചയായിട്ട് നമുക്ക് വീഡിയോസ് ഒന്നും ഇടാൻ പറ്റിയില്ല. അപ്പോൾ കുറേ പേരൊക്കെ എനിക്ക് ഇൻസ്റ്റാഗ്രാമിലും വാട്സാപ്പിലൊക്കെ മെസ്സേജ് ചെയ്തു. അതൊക്കെ ചെയ്തിട്ടാവേ. കുറേ പേരൊക്കെ എനിക്ക് മെസ്സേജ് ചെയ്ത് ഗൈസ് എന്തുകൊണ്ടാണ് വീഡിയോ ചെയ്യാത്തതെന്ന്. അതായത് ഒന്ന്, എനിക്ക് എക്സാം ഒക്കെ ആയിക്കൊണ്ടുണ്ട്. എക്സാം സ്റ്റിൽ ഇപ്പോഴും നടന്നുകൊണ്ടുണ്ട് ഗൈസ്. അതുപോലെ തന്നെ നമ്മുടെ യൂട്യൂബ് ചാനൽ 1000 സബ്സ്ക്രൈബർ 4000 മണിക്കൂർ കംപ്ലീറ്റ് ചെയ്തതിൻ്റെ മോണിറ്റൈസേഷൻ്റെ റിവ്യൂവും പോളിസിയും കാര്യങ്ങളും അക്സെപ്റ്റും അങ്ങനെ കുറച്ച് പണികളൊക്കെ കിട്ടി. യൂട്യൂബിൽ നിന്ന് തന്നെ എനിക്ക് നല്ല പണി കിട്ടി ഗൈസ്. ഏകദേശം ഒരു 42 വീഡിയോ നമ്മൾ ഒരു വർഷം കൊണ്ട് ഈ ചാനൽ ചെയ്തിട്ടിട്ടുണ്ടായിരുന്നു. അതിലിപ്പം 11 വീഡിയോസേ നമ്മുടെ ചാനലിൽ ഇപ്പം അവൈലബിൾ ആയിട്ടുള്ളൂ ഗൈസ്. ബാക്കി വീഡിയോസ് എല്ലാം റിമൂവ് ചെയ്യേണ്ടി വന്നു. അങ്ങനെയൊക്കെ കുറച്ച് പണികളൊക്കെ കിട്ടി. അങ്ങനെ അതിൻ്റെയൊക്കെ പുറകെ നടന്നതുകൊണ്ട് വീഡിയോ ചെയ്യാൻ പറ്റിയില്ല ഗൈസ്. അപ്പം ഇന്ന് ഞാൻ മംഗലാപുരത്ത് വന്നിട്ട് ഇവിടുത്തെ ആദ്യത്തെ വീഡിയോ ആണ് ഗൈസ്. നമ്മുടെ കൂടെ ഉള്ളത് ഇത് നമ്മുടെ സന്ദീപ് മച്ചാനാണ്. സന്ദീപ് മച്ചാൻ എന്ന് പറഞ്ഞാൽ ടിക്ടോക്കിൽ വലിയ സ്റ്റാറൊക്കെ ആയിരുന്നു ഗൈസ്. 77,777 ഫോളോവേഴ്സ് ഉണ്ടായിരുന്ന ഒരു ടിക്ടോക്ക് താരമാണ്. അപ്പം നമ്മുടെ ചാനലൊക്കെ എന്താ നല്ല രീതിക്ക് സപ്പോർട്ടൊക്കെ ചെയ്ത് നമ്മളെ ഒരു ഈ നിലയ്ക്ക് എത്തിക്കാൻ സന്ദീപ് മച്ചാൻ ഒരുപാട് പരിശ്രമിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ബാക്കിലിരിക്കുന്ന നമ്മുടെ തോമാച്ചായനാണ് ഗൈസ്, എൻ്റെ ഈ റൂംമേറ്റാണ്. അതുപോലെ തന്നെ എൻ്റെ കൂടെ ഇത് നേഴ്സിംഗ് പഠിക്കുന്നതാണ്. അതുപോലെ തന്നെ തോമാച്ചായൻ ഫിസിയോതെറാപ്പി പഠിക്കുകയാണ്. ഇപ്പോൾ ഇവരിന്ന് 2 പേരാണ് ഇന്ന് എൻ്റെ കൂടെ വീഡിയോയിൽ ഉണ്ടാകാൻ പോകുന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ മംഗലാപുരം കദ്രി പാർക്ക്, കദ്രി ടെമ്പിൾ, കദ്രിയുടെ ആ ഒരു ഏരിയ ഒക്കെയാണ് ഗൈസ്. അപ്പോൾ നമ്മൾ ചുമ്മാ ഇങ്ങനെ റൂമിൽ ഇങ്ങനെ റെഡി ഇരിക്കുക. ഇനി ഇൻട്രോ എടുത്തതിന് ശേഷം നല്ല സെറ്റപ്പിൽ റെഡി ആയി മേക്കപ്പ് ഒക്കെ ചെയ്ത് കദ്രി ചെല്ലണം. അപ്പോൾ നമുക്ക് നേരെ കദ്രി ചെന്നിട്ട് കാണാം ഗൈസ്. അപ്പോൾ ഞങ്ങൾ ഫുൾ സെറ്റായിട്ട് നല്ല അടിപൊളി ഡ്രസ്സൊക്കെ ഇട്ട് കദ്രി പാർക്കിൽ എത്തിയിട്ടുണ്ട്. നമ്മുടെ സന്ദീപ് മച്ചാനൊക്കെ ഉണ്ട്. ജിമ്മനാണ് ഗൈസ്. മസിലൊക്കെ ഒന്ന് കാണിക്കടാവ്. ഗൈസ് കണ്ടു, ജിമ്മൻ. അതുപോലെ സന്ദീപിൻ്റെ പാത പിന്തുടർന്ന് നമ്മുടെ തോമാച്ചായനും ജിമ്മിൽ പോയി തുടങ്ങിയിട്ടുണ്ട്. വിതിൻ 6 മന്തിനുള്ളിൽ ഇവൻ്റെ പകുതി ആവുമെന്നാണ് തോമാച്ചായൻ പറഞ്ഞിരിക്കുന്നത്. ഫുള്ളാവുന്നല്ല, പകുതി. പിന്നെ ഞാൻ ഇതേമാതിരി ഹാർഡ് വർക്ക് ചെയ്യാനും ജിമ്മിൽ പോകാനൊന്നും പരിശ്രമിക്കുന്നില്ല. നമ്മളെ കൊണ്ട് പറ്റിയ പണിയൊന്നുമല്ല ഗൈസ്. അപ്പോൾ അതെ ഞങ്ങൾ കദ്രി പാർക്കിൽ എത്തിയിട്ടുണ്ട്. നല്ല തണലും നല്ല തണുപ്പുള്ള കാലാവസ്ഥയാണ് ഗൈസ്. ഇവിടെ ബാക്ക്ഗ്രൗണ്ടിൽ നിങ്ങൾക്ക് കാണാം. ഗൈസ് ഇവിടെ ഒരുപാട് തണലുള്ള മരത്തിൻ്റെ ചോട്ടിലൊക്കെ നമുക്ക് ഇരിക്കാൻ വേണ്ടിയിട്ട് അവർ സീറ്റിൻ്റെ വ്യവസ്ഥയൊക്കെ ചെയ്തിട്ടുണ്ട്. ഇതേ ഇവിടെ കണ്ടു, ഇത് മൊത്തം മരമാണ് ഗൈസ്. ഇങ്ങനെ മരം പിടിച്ച് നട്ട് നമുക്ക് നല്ല തണലൊക്കെ കിട്ടും. നമ്മുടെ മച്ചാന്മാർ ഇവിടെ ഉണ്ട്. ഇതാണ് കദ്രി പാർക്കിൻ്റെ മെയിൻ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇത് നല്ല തണുപ്പായ കാലാവസ്ഥയാണ്. വൈകുന്നേര സമയങ്ങളിലൊക്കെ ഇവിടെ വന്നു കഴിഞ്ഞാൽ നല്ല തണുപ്പാണ് ഗൈസ്. നമുക്ക് മൈൻഡൊക്കെ കൂൾ ചെയ്ത് നല്ല ഫ്രഷായി ഇരിക്കാൻ പറ്റുന്ന ഒരു സാഹചര്യമാണ് ഇവിടുത്തെ സംഘാടകർ ഇവിടെ റെഡിയാക്കിയിരിക്കുന്നത്. ഇവിടെ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരുപാട് ആൾക്കാർ വാക്കിങ്ങിനും മറ്റും പരിപാടികൾക്കായിട്ടും പിന്നെ റിലാക്സ് ചെയ്യാൻ വേണ്ടി അങ്ങനത്തെ പരിപാടിക്കൊക്കെ വരുന്നുണ്ട്. കദ്രി പാർക്കിൽ വൈകുന്നേര സമയം ആയിക്കഴിയുമ്പോൾ ഏകദേശം ഞാൻ ഇവിടെ കാണിച്ചു തരാം നിങ്ങൾക്ക്. അതേപോലെ എല്ലാം കണ്ടോ, ഫാമിലി ആയിട്ട് ഫ്രണ്ട്സായിട്ട് അല്ലാണ്ട് ഇങ്ങനെ നടക്കാനും വാക്കിങ്ങിനൊക്കെ വരുന്ന ഒരുപാട് ആൾക്കാരെ നമുക്കിവിടെ കാണാൻ സാധിക്കും. ഇതേ നമ്മുടെ സന്ദീപ് മച്ചാൻ, അതുപോലെ തന്നെ തോമാച്ചായൻ എല്ലാവരും ഇവിടെ തന്നെ ഉണ്ട്. അപ്പോൾ ഇനി ഇവിടുത്തെ ഒരുപാട് വിഷ്വൽസ്, ഒരുപാട് വീഡിയോസ്, ഒരുപാട് സീരീസ് നിങ്ങളെ കാണിക്കാനുണ്ട് ഗൈസ്. അപ്പോൾ സ്റ്റേ ട്യൂൺഡ്. വീഡിയോ ഇപ്പോൾ തന്നെ ലൈക്ക് ചെയ്തേ ഗൈസ്. ലൈക്ക് ചെയ്യാൻ മറക്കരുത്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ബെല്ലൈക്കൻ ഞെക്കി ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്യാനും മറക്കരുത് ഗൈസ്. ഇതേ ഈ ഒരു സ്ഥലത്തിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ബോർഡിലുണ്ട് തപോവന ധ്യാനലോക. അതായത് നമ്മൾ ശാന്തമായി നമുക്ക് മനസ്സിനൊക്കെ റിലാക്സ് ചെയ്ത് ഇങ്ങനെ ഇരിക്കാൻ വേണ്ടിയിട്ടുള്ള സ്ഥലമാണ് ഇത് ഈ കാണുന്നത്. ദേ ഗൈസ് ഒരു പുലിക്കുട്ടി നിൽക്കുന്നു. അതുപോലെ തന്നെ ഇതിൻ്റെ താഴെ ഇതിനകത്ത് പിള്ളേർക്ക് കളിക്കാനുള്ള ട്രെയിനാണ്. നമ്മൾ ഇതിനകത്ത് കയറുവാണെങ്കിൽ ഇവർ ഈ പാർക്ക് മൊത്തം ഇതിനകത്ത് ചുറ്റിക്കറക്കും. നമുക്കല്ല ഗൈസ്, 15 വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് മാത്രമാണ് ഇതിൻ്റെ സേവനവും. ഇതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ നേരത്തെ ഞാൻ 1-2 പ്രാവശ്യം പറഞ്ഞു, നടക്കാൻ വേണ്ടി, എക്സസൈസ് ചെയ്യാൻ വേണ്ടി, പിന്നെ വിശ്രമിക്കാൻ വേണ്ടി, എൻജോയ് ചെയ്യാൻ വേണ്ടി, അങ്ങനെ പല പരിപാടികൾക്കും വേണ്ടിയിട്ടാണ് ആൾക്കാരോട് വന്നുകൊണ്ടിരിക്കുന്നത്. പക്ഷേ നമ്മളിന്ന് വ്ളോഗ് ചെയ്യാൻ വേണ്ടിയാണ് വന്നത്. ഗൈസ് നല്ല അടിപൊളി വ്യൂസാണ്. ഇവിടെയൊക്കെ വന്നിരിക്കുമ്പം നല്ലൊരു ഒരു പോസിറ്റീവ് എനർജി എവിടുന്നോ ലഭിക്കുന്ന പോലെയൊക്കെ തോന്നും. നിങ്ങൾക്ക് തോന്നൂടാ? സന്ദീപിന് ഭയങ്കര പോസിറ്റീവ് എനർജിയാ. വിൽക്കാനുണ്ട്. അതെ. ഇപ്പൊ ചില സമയത്തൊക്കെ അവന് നെഗറ്റീവ് എനർജി ആയിട്ട് തോന്നുന്നുണ്ടെന്നൊക്കെ പറയുന്നു. ഞാനിവിടെ നേരത്തെ ഒക്കെ വന്നതിന്റെ എൻ്റെ ഒരു എക്സ്പീരിയൻസ് അനുസരിച്ച് ഇവിടെ ഇപ്പൊ തീരെ ആള് കുറവാണ്. ഇനി കോവിഡ് ആളല്ല, ഈ കോവിഡ് കഴിഞ്ഞപ്പോ കപ്പിൾസ് ആണ് ഇവിടെ കൂടുതലും. പക്ഷെ കോവിഡ് കാലം കഴിഞ്ഞപ്പോ
എല്ലാം ബ്രേക്കപ്പ് ആയി തോന്നണം. ആരും എന്താണെന്നറിയില്ല, കോവിഡിന്റെ പേടി കൊണ്ടാണോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കാരണം കൊണ്ടാണോ എന്നറിയില്ല. ഇവിടെ തീരെ ആൾ കുറവാണ് ഗൈസ്. ഇപ്പം ഞങ്ങളിവിടെ വന്നിട്ട് ആകെ ഒരു 25-30 ആൾക്കാരെ ഇവിടെ ഞങ്ങൾക്ക് കാണാൻ കിട്ടിയുള്ളൂ. മറ്റേത് ഒരാളെ തടഞ്ഞ് നടക്കാൻ പറ്റിയല്ലോ, അമ്മാതിരി ആൾക്കാരായിരുന്നു വൈകുന്നേര സമയങ്ങളിലൊക്കെ. ഇവിടെ പോലീസിന്റെ സീറ്റൊക്കെ കാലി ഇതേ നോക്ക്, ക്യാമറ എടുത്ത് കാണിക്കണം. ഇവിടെ കണ്ട സീറ്റ് എല്ലാം കാലിയാണ്. ഇവിടെ ഉണ്ട്, ഒരു മിനിറ്റ് ഇപ്പൊ കാണിച്ചു തരാം. ഇവിടെ കാണുന്നില്ല സീറ്റ്. ഒരു മിനിറ്റ് വെയിറ്റ് ചെയ്യേ. ഈ ബാക്ക് സൈഡിൽ ഇവിടെ കാണാൻ നിങ്ങൾക്ക് ബെഞ്ച് മാതിരി, ഇവിടെ ഇതിനുള്ളിൽ കൂടെ എല്ലാം ബെഞ്ച് മാതിരി ഇട്ടിട്ടുണ്ട്. നമുക്ക് വരുന്നവർക്കെല്ലാം അവിടെ ഇരിക്കാനായിട്ട് സാധിക്കും. അതുപോലത്തെ ഫെസിലിറ്റി ഈ പാർക്ക് ഫുള്ള് ഇവർ ഇട്ടിട്ടുണ്ട്. നല്ല അടിപൊളിയാണ് ഗൈസ്, ആ ബെഞ്ചിലൊക്കെ നമുക്ക് ഇരിക്കാൻ വേണ്ടി. ഗൈസ് ദേ ഇവിടെ അടുത്തൊരു ഒരു സംഭവമുണ്ട്, പക്ഷേ നമുക്ക് ഇതിനകത്ത് കയറാൻ പാടില്ല. ഇവിടെ കണ്ട ഗൈസ്, ഇതിനെ കണ്ടു കഴിഞ്ഞാൽ നമുക്കൊരു ഏതോ ഒരു മൃഗത്തെ അവരിങ്ങനെ പുല്ലുകൊണ്ടോ ചെടി കൊണ്ടോ കൊത്തി വെച്ചേക്കുന്നതാണ്. ഏതാണെന്ന് മനസ്സിലാവുന്നില്ല, മനസ്സിലായവരുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുമോ ഗൈസ്. മാനാന്ന് തോന്നുടാ. പിന്നെ അതുപോലെ തന്നെ ദേ ഇവിടെ ഉണ്ട്, കുറേ എണ്ണം ഉണ്ട് ഗൈസ്. ഇവിടെ നിങ്ങൾക്ക് കാണാം ഗൈസ്. ഇവിടെ കണ്ടോ, കോഴിയാന്ന് തോന്നുന്നു. കോഴിയാണോടാ അല്ലെ മയിലാണോ? ആ ഗൈസ്, മയിലിൻ്റെ ഒരു സംഭവം മാതിരി ഉണ്ട് കണ്ടിട്ട്. ഇനിയാണ് അടുത്ത മെയിൻ താരം ഇവിടെ നിൽക്കുന്നത്. ഇവിടെ ഒറ്റയാന അല്ല, കൊമ്പനാന അല്ലേ, കൊമ്പില്ല ഗൈസ്, എങ്കിലും ആനയാണ് ഇവർ ഇത് ഉദ്ദേശിച്ചിരിക്കുന്നത്. ഏതായാലും സംഗതിയൊക്കെ പൊളിയാണ് കേട്ടോ. ഈ ചെടി കൊണ്ട് ഇങ്ങനത്തെ ക്രിയേറ്റിവിറ്റി ഒക്കെ ചെയ്യാന്ന് പറഞ്ഞാൽ വേറെ ലെവലാണ് പരിപാടി. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഗൈസ്, ഇപ്പം തന്നെ ലൈക്ക് ചെയ്യണം. കണ്ടോ നമ്മുടെ അതിന് സബ്സ്ക്രൈബ് ചെയ്യണം, ബെല്ലൈക്കൻ ഞെക്കണം, ഓൾ എന്ന ഓപ്ഷൻ ഇടണം. ഇവിടെ കണ്ടോ ഒരുപാട് കാക്കകളുണ്ട്. കണ്ടോ ഈ മരത്തെ കൂടെ എല്ലാം. ഇവിടെ അതിന് ആരാണ്ട് വരുന്ന ഒരു ടൂറിസ്റ്റുകൾ ഭക്ഷണം ഇട്ട് കൊടുക്കുന്നുണ്ട് ഗൈസ്. ഇവിടെ ഉണ്ട്. ഇനി ഞാൻ അടുത്തേക്ക് പോയ കാക്കകളെല്ലാം കൂടെ ഓടി വന്ന് എന്നെ കൊത്തും ഗൈസ്. അതുപോലെ തന്നെ ഈ ഒരു ഏരിയയിൽ വന്നു കഴിഞ്ഞാൽ ഇവിടെ കണ്ടോ എക്സസൈസ് ചെയ്യാൻ, അതുപോലെ തന്നെ ഈ ബാക്കിൽ കാണുന്ന ഇവിടെ കുഞ്ഞു പിള്ളേർക്ക്, അതായത് 12 വയസ്സിന് താഴെയുള്ള പിള്ളേർക്ക് കളിക്കാൻ വേണ്ടിയ സംവിധാനങ്ങളൊക്കെ ഇവിടുത്തെ ചെയ്തു വെച്ചിട്ടുണ്ട്. നമ്മുടെ തോമാച്ചായനും സന്ദീപും ഭയങ്കര എക്സസൈസൊക്കെ ചെയ്തോണ്ട് ഗൈസ്. ഇതേ നമ്മുടെ സന്ദീപും തോമാച്ചായനും ഭയങ്കര എക്സസൈസാണ് ഗൈസ്. പോകുമ്പോഴത്തേക്കും മസിലൊക്കെ പെരുപ്പിച്ചിട്ട് പോകണമെന്ന് പറഞ്ഞാൽ ഇവിടെ ഭയങ്കര എക്സസൈസാണ്. ഇതുപോലത്തെ ഒരുപാട് സാധനങ്ങൾ ഇവിടെ ബാക്കിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അതുപോലെ തന്നെ സൈക്കിള് ഞാൻ കാണിച്ചു തരാം ഗൈസ്. ഒരുപാട് സാധനങ്ങൾ ഇവിടെ നമുക്ക് കളിക്കാനും എൻജോയ് ചെയ്യാനും എക്സസൈസ് ചെയ്യാനും അങ്ങനത്തെ പരിപാടികൾക്ക് വേണ്ടി ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. അതുപോലെ ഈ ഒരു കാണുന്ന മിഷൻ നമ്മുടെ തോമാച്ചായൻ വർക്ക് ചെയ്തുകൊണ്ടുണ്ട്. ഇതുപോലെ ഇത് നടപ്പല്ലടാ, ചാട്ടമാണോ? എന്താണിത്, ഇതുപോലെ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ മിഷൻ ഇവിടെ സെറ്റ് ചെയ്ത് വെച്ചേക്കുന്നത്. കാലിന് നല്ല എക്സസൈസ് ആണെന്ന് തോന്നുന്നു ഗൈസ്. അടിപൊളി. ഇതുപോലത്തെ ഒരു 3-4 മിഷൻ ഇവിടെ ഉണ്ട്. ഇവിടെ ഒരെണ്ണമുണ്ട്, ഇങ്ങനെ അങ്ങോട്ട് വെച്ചിട്ടുണ്ട് ഗൈസ്. നമ്മുടെ ജിമ്മൻ സന്ദീപ് ഇവിടെ പുതിയൊരു എക്സസൈസ് ചെയ്തോണ്ടുണ്ട്. ഫുൾ ബോഡിയുടെ വെയിറ്റ് കയ്യിൽ താങ്ങേണ്ടി വരും ഈ മിഷനകത്ത് വർക്ക് ചെയ്യാൻ നേരത്ത്. അതാണ് ഈ മിഷൻ്റെ പ്രത്യേകത. നമ്മുടെ തോമാച്ചായനെ ഇവിടെ കിടന്ന് കാണിക്കുന്നുണ്ട്. അടിപൊളി. ഇത് വേറൊരു മിഷനാണ്, കാണിച്ചു. എങ്ങനെയുണ്ട് സന്ദീപേ, എങ്ങനെയുണ്ട് മിഷൻ? എങ്ങനെയുണ്ട് ഇത് കർണാടകയിലെ പ്രത്യേകതരം മിഷനാണ് ഗൈസ്. ഇതേ കണ്ടോ, എല്ലാവരും കണ്ടോ. വേറെ എവിടെ പോയാലും നിങ്ങൾക്ക് ഇങ്ങനത്തെ മിഷനൊന്നും കാണാൻ സാധിക്കത്തില്ല. ഇത് നമ്മുടെ തോമാച്ചായ നല്ല രീതിക്ക് വർക്കൗട്ട് ചെയ്തതുകൊണ്ട് ഗൈസ്. ഇവിടുത്തെ ബോർഡിനകത്തൊക്കെ എഴുതി വെച്ച കണക്കനുസരിച്ച് 15 വയസ്സിന് താഴെയുള്ള പിള്ളേർ ഒരാൾ 3 മിനിറ്റ് വെച്ച് ഒരു മിഷനകത്ത് വർക്കൗട്ട് ചെയ്യാനൊക്കെ പാടുള്ളൂ, എക്സസൈസ് ചെയ്യാനൊക്കെ പാടുള്ളൂ. ഇവർക്ക് രണ്ടുപേർക്കും 15 വയസ്സ് കഴിഞ്ഞതുകൊണ്ട് രണ്ടുപേരും എനിക്ക് 500 രൂപ വെച്ച് ഫൈൻ തരണം ആ മിഷനിൽ കയറിയതിന്. ഓക്കെ അല്ലേ? കദ്രി പാർക്കിലെ ഒരു മെയിൻ സംഭവമാണ് ഞങ്ങൾ ഇനി കാണിച്ചു തരാൻ പോകുന്നത്. അതായത് നിങ്ങൾ ഇത്ര നേരം കണ്ട മാതിരത്തെ എന്ന് പറഞ്ഞാൽ അതിനേക്കാളും കുറച്ചുകൂടെ ഒരു എക്സ്ട്രീം ലെവലിലൊരു സാധനമാണ്. അപ്പോൾ ഇതാണ് ഇവിടുത്തെ മാസ്റ്റർ പീസ്. സന്ദീപിനൊക്കെ ഏറ്റവും ഇഷ്ടപ്പെട്ട, അവൻ എപ്പോൾ വന്നാലും അവിടെ പോയി 1-2 റീൽസൊക്കെ ചെയ്യും ഗൈസ്. ഇതേ സന്ദീപിൻ്റെ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞു അവന് ടിക്ടോക്കിൽ നല്ല പോപ്പുലർ ആയിരുന്നു എന്ന്. പക്ഷേ ടിക്ടോക്ക് പോയി. ഇപ്പോൾ അവൻ ഇൻസ്റ്റഗ്രാമിൽ നല്ല ക്രിയേറ്റീവായിട്ടൊക്കെ വീഡിയോ ചെയ്യുന്നുണ്ട്, റീൽസൊക്കെ നല്ല രീതിക്ക് ചെയ്യുന്നുണ്ട്. ഇപ്പം ഏകദേശം ഒരു 12,300 12.3K ഫോളോവേഴ്സുള്ള ഒരു മിന്നും താരമാണ് ഈ പോകുന്ന സന്ദീപ്. അതുപോലെ തന്നെ നമ്മുടെ തോമേനെ പറ്റി പറയുവാണ്. നമ്മുടെ തോമാച്ചായനും വേറെ ലെവലാണ്. ഇൻസ്റ്റാഗ്രാമിൽ ഇപ്പം 10K അടിച്ചിരിക്കുന്നു ഗൈസ്. 10,000 ഫോളോവേഴ്സുള്ള വലിയ പ്രമുഖന്മാരുടെ കൂടെയാണ് ഞാനിപ്പോൾ നടക്കുന്നത്. നമ്മൾ വെച്ച് തുടങ്ങിയിട്ടേ ഉള്ളൂ ഗൈസ്. വെറും ഒരു 6,500 ഫോളോവേഴ്സ് ഇപ്പോൾ ആയിട്ടുള്ളൂ. നമ്മളും ആസ് സൂൺ ആസ് പോസിബിൾ പറ്റുന്നത്രയും പെട്ടെന്ന് നിങ്ങളുടെ സപ്പോർട്ടിൻ്റെ രീതി അനുസരിച്ച് 10K അടിക്കുന്നതാണ് ഗൈസ്. അതുപോലെ തന്നെ ഞാൻ നേരത്തെ ഒരു ഗിവ് അവേയുടെ കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മുടെ യൂട്യൂബ് ചാനലിൻ്റെ.
നിങ്ങൾക്ക് ആർക്കും ഗീവ് അവേ വേണ്ടേ ഗൈസ്? വേണ്ടേ? 2000 സബ്സ്ക്രൈബർ ആവുന്നെന്നാണ് 5 പേർക്കുള്ളത്. ഞാനിപ്പോൾ 7 പേർക്കാക്കിയിട്ടുണ്ട്. 7 പേരുടെ ഗീവ് അവേ വരാൻ പോകുന്നത്. അപ്പം നിങ്ങൾ ചെയ്യേണ്ടത് ഇത്ര മാത്രം: വീഡിയോ ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൻ ഞെക്കി ഓൾ എന്ന ഓപ്ഷനിൽ ഇട്ട് കഴിഞ്ഞാൽ തീർന്നു ഗൈസ്. ആ 7 ഗീവ് അവേ വിന്നേഴ്സിൽ ഒരാൾ നിങ്ങളാണ്. എനിക്കറിയാം, നിങ്ങൾ തന്നെയാണത്. ചേട്ടൻ തന്നെയാണ്. അപ്പം സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്, ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇവിടുത്തെ മെയിൻ മാസ്റ്റർ പീസ് ഐറ്റമാണ് ഇപ്പം നിങ്ങളെ കാണിച്ചു തരാൻ പോകുന്നത്. കണ്ടില്ലേ? ഇല്ല ഗൈസ്, ഇപ്പം കാണിച്ചു തരാവേ. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇവിടുത്തെ ഒരു മാസ്റ്റർ പീസ് സംഭവമാണ് ഈ കാണുന്ന ഈ പാലം. പൊളിയാണ് ഗൈസ്. ഇവിടെ പാലം മാത്രമേ ഉള്ളൂ, താഴെ ഒരു ചെറിയ കുഴി, അതിൽ വെള്ളം ഉണ്ടായിരുന്നു, ഇപ്പോൾ വെള്ളമില്ല ഗൈസ്. ഇതാണ് നമ്മുടെ സന്ദീപിന്റെ മെയിൻ സാധനം. ഇവ എപ്പോൾ വന്നാൽ ഇവിടെ വന്ന് 1-2 വീഡിയോ ഒക്കെ എടുക്കാണ്ട് പോകുന്നതല്ല. പാലം നമ്മുടെ സന്ദീപേട്ടനും തോമസ് ഏട്ടനും കൂടെ വരുന്നു. സന്ദീപേ, സ്ലോമോ ചിരിച്ചേ. ഏഴുമല പൂഞ്ചോല. ഈ പാട്ട് ഞാൻ ഇതിനിടാം കേട്ടോ. ഗായ്സ്, നമ്മുടെ സന്ദീപേട്ടൻ കണ്ണാടി കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. ഇപ്പോഴാട്ടോ എനിക്ക് തന്നത്. അവൻ്റെ കീശയിൽ ഒളിപ്പിച്ച് വെച്ചേക്കുമായിരുന്നു. അവന് ഫോട്ടോസ് എടുത്ത് ഇൻസ്റ്റാഗ്രാമിൽ അപ്ലോഡ് ചെയ്യാൻ വേണ്ടി. പക്ഷേ ഞാനത് കണ്ടുപിടിച്ച് അതിലൊരെണ്ണം ഞാനെടുത്ത് വെച്ചിട്ടുണ്ട്. എങ്ങനെയുണ്ട് ഗായ്സ്? പൊളിയല്ലേ? പൊളിയാണെങ്കിൽ ഹാഷ്ടാഗ് അടി, കമൻറ്റിൽ പൊളി എന്ന് പറഞ്ഞടിക്കുക ഗായ്സ്. അപ്പോൾ ഗായ്സ്, ഞാൻ പറയാൻ വിട്ടുപോയ മറ്റൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ സന്ദീപ് സജീവൻ ഒഫീഷ്യൽ, അതുപോലെ തന്നെ തോമാച്ചായൻ്റെ തോമസ് 333 ഇൻസ്റ്റാഗ്രാമിൻ്റെ ലിങ്ക് ഞാൻ എൻ്റെ ഡിസ്ക്രിപ്ഷനിൽ ഇട്ടിട്ടുണ്ട്. ജസ്റ്റ് കയറി നിങ്ങൾ ഫോട്ടോസൊക്കെ റീൽസൊക്കെ കണ്ടു നോക്കുക ഗൈസ്. ഞാൻ അവന്മാരുടെ 1-2 റീൽസിലൊക്കെ അവരുടെ കൂടെ ഉണ്ടായിട്ടുണ്ടായിരുന്നു. അപ്പം നിങ്ങൾ നേരെ ഒന്ന് കയറി കണ്ടു നോക്കുക. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഒന്ന് ഫോളോ ചെയ്യുക ഗൈസ്. മാക്സിമം അവർ തിരിച്ച് ഫോളോ ചെയ്യും. നമ്മുടെ ഇൻസ്റ്റാഗ്രാമിൻ്റെ പോളിസി അനുസരിച്ച് നമുക്ക് 7500 പേരെ ഫോളോ ചെയ്യാൻ പറ്റുള്ളൂ. ഇപ്പോൾ ഇവർ ഏകദേശം ഒരു ലിമിറ്റിലൊക്കെ എത്തിക്കഴിഞ്ഞിട്ടുണ്ട്. എങ്കിലും നിങ്ങളെ സപ്പോർട്ട് ചെയ്യും, ഫോളോ ചെയ്യും. അപ്പം നിങ്ങൾ നേരെ ഡിസ്ക്രിപ്ഷനിൽ പോക്കോ, അവരുടെ ഇൻസ്റ്റാഗ്രാമിൻ്റെ ലിങ്ക് ഞാൻ കൊടുത്തിട്ടുണ്ട് ഗൈസ്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഗിവ് അവേയുടെ കാര്യം നിങ്ങൾ മറക്കരുത് കേട്ടോ. ജസ്റ്റ് നിങ്ങൾ 2-3 പേർക്ക് ഷെയർ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ ഡ്യൂട്ടി കഴിഞ്ഞ് കഴിയും. അപ്പോൾ ഞാൻ നേരത്തെ ആദ്യമേ 5 പേർക്കാണ് ഗിവ് അവേ പറഞ്ഞിരുന്നത്. ഇപ്പോൾ നമ്മുടെ സന്ദീപേട്ടനും അതുപോലെ തന്നെ നമ്മുടെ തോമാച്ചായനും കൂടെ 2 പേർക്കുള്ള ഗിഫ്റ്റും സ്പോൺസർ ചെയ്തിട്ടുണ്ട്. അപ്പം നമ്മുടെ 5 പേരുള്ളത് ഇപ്പോൾ 7 ആയിട്ടുണ്ട് ഗൈസ്. ആ 7 പേരിൽ ഒരാൾ നിങ്ങളായിരിക്കും. ഇനി ലേറ്റായതിനനുസരിച്ച് ആൾക്കാർ കൂടി വരും എന്ന് വിചാരിച്ച് ലേറ്റാക്കാണ്ട് എത്രയും പെട്ടെന്ന് 2000 സബ്സ്ക്രൈബർ ആക്കി തരണം ഗൈസ്. അതുപോലെ തന്നെ നമ്മുടെ ചാനൽ ഇപ്പം മോണിറ്റൈസേഷൻ പോളിസിയുടെ റിവ്യൂലൊക്കെ പോയിക്കൊണ്ടുണ്ട്. അപ്പോൾ ഇത്രയ്ക്കൊക്കെ നമ്മുടെ ചാനലിനെ എത്തിച്ചത് നിങ്ങൾ ഓരോരുത്തരുമാണ്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും വലിയ താങ്ക്സ് പറയുന്നു ഗൈസ്. കദ്രി പാർക്കിലെ ഒരുപാട് വ്യൂസൊക്കെ നിങ്ങളെ കാണിക്കാൻ വേണ്ടി പരിശ്രമിച്ചു. ഫുള്ള് കവർ ചെയ്യാൻ പറ്റില്ല ഗൈസ്, കാരണം ഒരുപാട് സ്ഥലമുണ്ട് ഇങ്ങനെ. അപ്പോൾ അത് മൊത്തം കവർ ചെയ്യാൻ വീഡിയോ കുറേ ലെന്തി ആയിപ്പോൾ. പിന്നെ നിങ്ങൾ സ്കിപ്പ് ചെയ്തുകൊണ്ട് പോയി കഴിഞ്ഞാൽ നമ്മുടെ ആവറേജ് വ്യൂ ഡ്യൂറേഷനിൽ മിനിറ്റ് കുറഞ്ഞു വരും. നമ്മുടെ ചാനലിനത് ബാധകമായിട്ട് വരും. അതുകൊണ്ട് നമ്മളിനി ചെറിയ വീഡിയോസാണ് ചെയ്യുന്നത്. അപ്പോൾ ഇത് മംഗലാപുരം കദ്രിയിലാണ് ഗൈസ്. കദ്രി പാർക്കുണ്ട്. അതുപോലെ തന്നെ ഒരുപാട് വ്യൂസൊക്കെ ഇവിടെ നമുക്ക് കാണാനുണ്ട്. ഗെയിംസ് ഉണ്ട്, എക്സസൈസ് ചെയ്യാൻ പറ്റുന്നുണ്ട്. അതുപോലെ തന്നെ മനസ്സിന് റിലാക്സ് ചെയ്യാൻ വേണ്ടി, കൂൾ ചെയ്യാൻ വേണ്ടി, അങ്ങനത്തെ ഒരുപാട് സംഗതികൾ നമുക്കിവിടെ വരുവാണെങ്കിൽ ചെയ്യാൻ പറ്റും. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഗൈസ്, ഇന്നത്തെ വീഡിയോയിൽ ഞങ്ങൾ അത്ര കാര്യമായിട്ടൊന്നും ചെയ്തിട്ടില്ല. ജസ്റ്റ് ഇവിടെ വന്നു, പാർക്ക് കാണിച്ചു, അങ്ങനത്തെ 1-2 കാര്യങ്ങൾ മാത്രമേ കാണിച്ചിട്ടുള്ളൂ. അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് ഗൈസ്. ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ അടിച്ചു പൊട്ടിച്ചേരാം ഗൈസ്. അപ്പം മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണുന്നത് വരെ ബൈ.